അവൾ കുതറി. പക്ഷേ റോക്കിയുടെ ശക്തിക്ക് മുന്നിൽ അതൊന്നും ഏറ്റില്ല. എന്നാലും തന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു. പെട്ടെന്നൊരു കാർ അവിടെ വന്ന് ബ്രേക്കിട്ടു. അതിൽ നിന്നും വർദ്ധിച്ച കോപത്തോടെ സൂര്യൻ കുതിച്ചിറങ്ങി ഡോർ ശക്തിയായി അടച്ചുകൊണ്ട് റോക്കിയുടെ നേർക്കടുത്തു. അതിനുശേഷം ബലമായി ജ്വാലയെ പിടിച്ചു തൻ്റെ പിന്നിലേക്ക് മാറ്റി. അപ്പോഴാണ് റോക്കി അവനെ കാണുന്നത്. ഹാ, എൻ്റെ അളിയൻ വന്നല്ലോ. ഹലോ അളിയ, ഞാൻ റോക്കി. അവൻ സൂര്യന് നേരെ ഷേക്ക് ഹാൻഡിനായി കൈനീട്ടി. നാട്ടിലുള്ള റൗഡികളെയൊന്നും എൻ്റെ അളിയനാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. സൂര്യൻ റോക്കിയുടെ നേർക്ക് അപ്പർ പഞ്ചും മിഡിൽ പഞ്ചും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പ്രയോഗിച്ചു. റോക്കിയുടെ നാടൻ തല്ല് മുഴുവൻ സൂര്യൻ വർദ്ധിച്ച ഉശിരോടെ ഡിഫെൻഡ് ചെയ്തു. അവസാനം റോക്കി തളർന്നു തുടങ്ങി. ജയിലിൽ നിന്നുള്ള വരവും കൂടെ ഭക്ഷണക്കുറവും റോക്കി ക്ഷീണിച്ചിരുന്നു. കരാട്ടെ പഠിച്ചാൽ മാത്രം പോരാ, അത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ പ്രയോഗിക്കുകയും വേണം. ഇത്ര പെട്ടെന്ന് അതിനൊരു ചാൻസ് ഒരുക്കി തന്നതിന് നന്ദി, സൂര്യൻ കോപത്തോടെ പറഞ്ഞുകൊണ്ട് ജ്വാലയെയും കൂട്ടി കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ ചെന്ന് കയറി. കുറച്ചുനേരം റിലാക്സ് ആകാൻ കണ്ണും പൂട്ടി സീറ്റിൽ ചാരി കിടന്നു. അതിനുശേഷം ദീർഘനിശ്വാസത്തോടെ വണ്ടിയെടുത്തു. കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം വിജനമായ ഒരു ഭാഗം നോക്കി സൂര്യൻ കാർ സൈഡാക്കി. എന്നിട്ട് ജ്വാലയെ നോക്കി. അവൾ സൂര്യനെ തന്നെ പേടിയോടെ നോക്കിയിരിക്കുകയായിരുന്നു. സൂര്യൻ ജ്വാലയെ തന്നോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു. മോള് പേടിക്കേണ്ട. പിന്നെ ഏട്ടന് കുറച്ച് കാര്യങ്ങൾ അറിയണം. അതിന് മോള് പേടിക്കാതെ ഏട്ടനോട് എല്ലാം തുറന്നു പറയണം, ഓക്കെ? അവൾ തലയാട്ടി. ചോദിക്കട്ടെ? അവൾ മൂളി. മോൾക്ക് ആ റൗഡിയുമായി എങ്ങനെയാ പരിചയം? അയാൾ എന്നെ അളിയനെന്ന് വിളിച്ചത് എന്തുദ്ദേശത്തിലാ? അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ സൂര്യനെ കെട്ടിപ്പിടിച്ചു. അവളുടെ കരച്ചിൽ അടങ്ങുന്നതുവരെ സൂര്യൻ അവളുടെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. അതിനുശേഷം അവൾ തുടക്കം മുതൽ എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതും സൂര്യൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ മനസ്സിൽ ചില തീരുമാനങ്ങളെടുത്തു. അതെ ഏട്ടാ, ഇതുകൊണ്ടാണ് ഞാൻ കരാട്ടെ പഠിക്കണമെന്ന് പറഞ്ഞത്, ജ്വാല ഓർമ്മിപ്പിച്ചു. അല്ലെങ്കിലും നിന്നെ കരാട്ടെ സ്കൂളിൽ ചേർക്കാൻ ഞാൻ തീരുമാനിച്ചു. പെൺകുട്ടികൾ ഇതൊക്കെ പഠിക്കുന്നത് നല്ലതാ. ഇപ്പോൾ തന്നെ ഞാൻ എത്താൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? നാളെ തന്നെ അഡ്മിഷൻ എടുക്കണം, സൂര്യൻ പറഞ്ഞു. അതെ ഏട്ടാ, കരാട്ടെ സ്കൂളിൽ ഞാൻ കണ്ടത് ഏട്ടനെ തന്നെയാണോ? അതെ, സൂര്യൻ ചമ്മലോടെ മുഖം തിരിച്ചു. അശ്വതിയെ കാണാൻ പോയ ഏട്ടൻ എങ്ങനെയാ കരാട്ടെ സ്കൂളിൽ എത്തിയത്? ജ്വാല നെറ്റിച്ചുളിച്ച് ചോദിച്ചു. സൂര്യൻ പൊട്ടിച്ചിരിച്ചു. എൻ്റെ കുഞ്ഞിമോളെ, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അതൊരു പാവം കൊച്ചാണെന്ന്. അവളെ എനിക്കിഷ്ടമാണ്. ഞാനത് അവളോട് പറഞ്ഞിട്ടുമുണ്ട്, നേരിട്ടും അല്ലാതെയും. പക്ഷേ അവളത് ആക്സെപ്റ്റ് ചെയ്തില്ലടി. അല്ലെങ്കിലും അത്രയും അടക്കവും ഒതുക്കവുമുള്ള ഏതെങ്കിലും കൊച്ച് ഒരാണ് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നാലെ പോരൂ? അതിനെ എങ്ങനെ വളയ്ക്കുമെന്ന് ആലോചിച്ചിട്ടാ എനിക്ക് മനസ്സിലാവാത്തത്. സൂര്യൻ സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചിരുന്നു. എൻ്റെ ഹെൽപ്പ് വേണോ ഏട്ടാ? കിട്ടിയാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു ഏടത്തിയമ്മയെ മിസ്സാവും, സൂര്യൻ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു.